ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനൽ 13.8 സ്വാഗതം. ഞാൻ ഗൗതമൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സീതയെക്കുറിച്ചാണ്. രാമായണത്തിലെ സീത. രാമായണത്തിലെ സീത ഒരു ഉജ്ജ്വല കഥാപാത്രമാണ്. ഈ കഥാപാത്രത്തെ എങ്ങനെയാണ് വാർത്തെടുത്തത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിശയകരമായ ജനനത്തോടെയാണ് സീത എന്ന കഥാപാത്രം രാമായണത്തിൽ കടന്നു വരുന്നത്. മക്കളില്ലാത്ത ജനക മഹാരാജാവ് കൃഷിക്ക് മുന്നോടിയായി വേദിക് റിച്വൽസ് അനുസരിച്ച് കാളകളെ പൂട്ടി നിലം ഉഴുമ്പോൾ കലപ്പ ഒരു ചെറിയ പെട്ടിയിൽ തട്ടുന്നു. അപ്പം മണ്ണ് മാന്തി പെട്ടി എടുത്തപ്പോൾ തുറന്നു നോക്കി ഒരു പെൺകുട്ടി, ഭൂമി ദേവിയുടെ സമ്മാനം. അപ്പോൾ അദ്ദേഹത്തിന് ഓൾറെഡി മക്കളില്ല. അപ്പോൾ കലപ്പ കൊണ്ട് നിലം ഉഴുതപ്പോൾ ആ കലപ്പ ഒരു പെട്ടിയെ പോയി മുട്ടി. ആ പെട്ടി തുറന്നു നോക്കിയപ്പോൾ അതിനകത്തൊരു പെൺകുട്ടി. അപ്പോൾ ഭൂമി ദേവിയുടെ സമ്മാനം. അപ്പം സംസ്കൃതത്തിൽ സീത എന്ന് പറഞ്ഞാൽ ഫറോ, അതായത് മണ്ണ് കലപ്പയിൽ കൊണ്ടുണ്ടാകുന്ന നീണ്ട ചാല്, കലപ്പ കൊണ്ടുണ്ടാകുന്ന ഉണ്ടാക്കുന്ന നീണ്ട ചാല് എന്നാണ് ഈ ഫറോയുടെ അർത്ഥം. അപ്പോൾ ഇത് സംസ്കൃതത്തിൽ പറയുന്നതാണ്. എന്നാൽ രാമായണം എഴുതി നമുക്കറിയാം 1580 16-ാം നൂറ്റാണ്ടിലാണ്. എന്നാൽ സംസ്കൃതത്തിൽ ഈ പേരിനെ നിർവചിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പേരുണ്ടായിരുന്നു. അപ്പോൾ അതെന്താ പറയുന്നത്? 16-ാം നൂറ്റാണ്ടിലാണ് സീത എന്ന പേരിൻ്റെ അർത്ഥം ഇങ്ങനെയാണെന്ന് രാമായണ കർത്താക്കൾ വിവരിക്കുന്നത്. രാമായണ കർത്താക്കൾ എന്ന് പറയുന്നത് രാമായണം എഴുതിയ ഒരാളല്ല, ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് എഴുതിയതാണ് രാമായണം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും രാമായണ കർത്താക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്നാൽ ഈ രാമായണം എഴുതുന്ന 1800 വർഷം മുമ്പ് തന്നെ ഈ പേര് ബുദ്ധകഥയിലുണ്ടായിരുന്നു. പാലി ഭാഷയിലെ ബുദ്ധകഥയിൽ ഈ പേരുണ്ടായിരുന്നു. അതായത് ബുദ്ധദത്ത മഹാതേരയുടെ പാലി നിഘണ്ടുവിലെ സീതയുടെ അർത്ഥം പറയുന്നത് എ സ്മൈൽ എന്നാണ്. ബൗണ്ട് ടു പ്ലഷർ അല്ലെ വൈറ്റ് എന്നൊക്കെ പറയും. അപ്പം ഒരു സ്മൈൽ, ഒരു പുഞ്ചിരി, അല്ലെങ്കിൽ സന്തോഷത്തിന് നിദാനമായത്, അല്ലെങ്കിൽ ശ്വേതം, അല്ലെങ്കിൽ വെളുത്ത, അങ്ങനെ അർത്ഥം. അതാണ് സീതയുടെ അർത്ഥം പറഞ്ഞത്. അപ്പം BC 3-ാം നൂറ്റാണ്ടിൽ എഴുതിയ ജാതകഥയിൽ 540-ാമത്തെ കഥ ദശരഥ ജാതക എന്നാണ് ആ കഥയിൽ സീതയുണ്ട്. BC 3-ാം നൂറ്റാണ്ടിൽ എഴുതിയ 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ രാമായണത്തിനും 1800 വർഷം മുമ്പ് BC 3-ാം നൂറ്റാണ്ടിൽ എഴുതിയ ജാതകഥയിലും ഈ സീതയുണ്ട്. അപ്പോൾ അതിനകത്ത് ബനാറസിലെ രാജാവായിരുന്ന ദശരഥന് 2 ഭാര്യമാരുണ്ടായിരുന്നു, കൗസല്യ, കൈകേയി. ഈ കൗസല്യയിലുണ്ടായിരുന്ന 3 മക്കൾ, രാമനും ലക്ഷ്മണനും സീതയും. രാമനും ലക്ഷ്മണനും സീതയും ഒരമ്മയുടെ 3 മക്കളാണ്, അതായത് സഹോദരന്മാരാണ്. കൈകേയിൽ ഭരതൻ. ആ കഥയിൽ 2 ഭാര്യമാരും അതിൽ 4 മക്കളേ ഉള്ളൂ. ഈ രാമായണത്തിൽ രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, സീത, പിന്നെ വേറെ ഒരാളുണ്ട് ശത്രുഘ്നൻ. അത് ഈ കഥയിലില്ല. അപ്പോൾ അന്ധവിശ്വാസിയും ചഞ്ചല ഹൃദയനുമായിരുന്നു ചെറുപ്പകാലത്ത് രാമൻ. അപ്പോൾ സ്വന്തം മകനെ രാജാവാക്കാൻ കൈകേയി ഒരു പണി ഒപ്പിച്ചു. അപ്പോൾ ആ പണി ഒപ്പിച്ചെന്താ, അവർ പറഞ്ഞു, എൻ്റെയും നിൻ്റെയും രാശി തമ്മിലുള്ള പൊരുത്തമില്ല എന്നുകൊണ്ട് നീ ഇവിടെ കൊട്ടാരത്തിൽ താമസിച്ചാൽ നീ ഇപ്പം മരണപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ 10-14 വർഷം കാട്ടിൽ പോയി താമസിക്കാൻ എന്ന് പറഞ്ഞു. ഇവർക്ക് വയസ്സായതുകൊണ്ട് ഇവരെ കാട്ടിൽ പോകാൻ സമ്മതിക്കത്തില്ലല്ലോ. അതുകൊണ്ട് നീ പോയി താമസിക്കുമെന്ന് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അന്ന് ഇത് കേട്ട് വിശ്വസിച്ച ഈ രാമൻ കാട്ടിൽ പോകാൻ തയ്യാറാവുകയാണ് 14 വർഷത്തേന്. കാരണം അല്ലെങ്കിൽ ഈ അമ്മ അല്ലെ കുഞ്ഞമ്മ മരിച്ചു പോകും. അതുകൊണ്ട് ഇവൻ പോവുകയാണ് മരിക്കാതിരിക്കാൻ വേണ്ടി, അല്ലെ ഇവൻ്റെ മരണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇവൻ പോവുകയാണ്. അങ്ങനെ പോകുമ്പം കൂടെ സഹോദരനായ ലക്ഷ്മണനും സഹോദരിയായ സീതയും പറയും, ചേട്ടനെ വേണ്ടി ഞങ്ങളില്ല, ഞങ്ങളും പോകുമെന്ന് പറയും. അങ്ങനെ ഇവർ കാട്ടിൽ പോകുന്നു. കാട്ടിൽ പോയി കാട്ടിലെ പുതിയ സിറ്റുവേഷനിൽ അവർ ജീവിക്കുമ്പോഴത്തേക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നു. അപ്പോഴത്തേക്ക് അവിടെ കാട്ടിൽ ഓൾറെഡി അവിടെ ബുദ്ധസന്യാസിമാരും ഈ മരുന്നുണ്ടാക്കുന്ന ബുദ്ധസന്യാസിമാർ, പിന്നെ അതുപോലെ മറ്റ് പല റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ, പല ആൾക്കാരും അവിടെയുണ്ട്. ആ കൂടി ഇവരും താമസിക്കുന്നു. അപ്പോഴത്തേക്കും ഈ ആഹാര സമ്പാദനം, അല്ലെങ്കിൽ പൂ പറിച്ചുകൊണ്ട് വരിക, മറ്റേ കായ്കനികൾ പറിച്ചുകൊണ്ട് വരിക, ആ പണിയെല്ലാം സീതയും ലക്ഷ്മണനും ഏറ്റെടുത്തു. ഈ രാമൻ അതിലൊന്നും പോയില്ല. രാമൻ എന്ത് ചെയ്യും? രാമൻ ഇപ്പോൾ ഈ ബുദ്ധസന്യാസിമാരുടെ അടുത്ത് വരുന്നുണ്ട്, ബുദ്ധ ഫിലോസഫി പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിച്ച് പുള്ളി ഒരു ബുദ്ധ ഫിലോസഫർ ആവുകയും അല്ലെങ്കിൽ ബുദ്ധ സന്യാസിയായിത്തീരുകയും ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദിവസം ഈ ഭരതൻ വരുന്നു. അച്ഛൻ മരിച്ചുപോയി, ദശരഥൻ മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വരുമ്പോഴത്തേക്കും ഈ തേരിൻ്റെ ശബ്ദം കാട്ടിലൂടെ വന്ന ശബ്ദം കേട്ട് ഈ കായ്കനികൾ പറിക്കാൻ പോയ നമ്മുടെ സീതയും ലക്ഷ്മണനും ഇത് കൊട്ടാരത്തിൽ നിന്ന് ആരെങ്കിലും വന്നതായിരിക്കും പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്ന് ഇവിടെ ഓടി വന്നപ്പോഴേ അവിടെ കുറേ ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്. രാമനുണ്ട്, രാമൻ്റെ കുറേ ആൾക്കാരുണ്ട്, അവിടെയൊക്കെ താമസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ഭരതനുണ്ട്. അവരെല്ലാം വിഷമിച്ചിങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഇവർ വെച്ച് എന്ത് പറ്റി ഉടനെ പറഞ്ഞു, അച്ഛൻ ദശരഥൻ മരിച്ചു പോയി എന്ന് പറഞ്ഞു. ഇത് കേട്ടത്
സീത ബോധം കെട്ട് താഴെ വീണു, ലക്ഷ്മണനും ബോധം കെട്ട് താഴെ വീണു. രണ്ടുപേരും പിന്നെ മുഖത്തൊക്കെ വെള്ളം തളിച്ച് അവരെയൊക്കെ കുറച്ചു നേരം കഴിഞ്ഞ് ഉണർത്തി അപ്പോഴത്തേക്കും മൊഹാലിസപ്പെട്ട് അവിടെ തന്നെ ഇരുന്നു നിലവിളിച്ചുകൊണ്ടിരുന്നു. രാമൻ അക്ഷോഭ്യനായിട്ട് ഒരു കുഴപ്പമില്ല ഇങ്ങനെ നിന്നു. ഇതെല്ലാം കഴിഞ്ഞു. അപ്പം ചേട്ടൻ വന്ന് രാജ്യം ഭരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല, ഞാൻ വരുന്നില്ല, എനിക്ക് രാജ്യം വേണ്ട, അങ്ങനെ ഒക്കെ പറഞ്ഞിട്ട് ഭരതനെ രാമൻ തിരിച്ചു വിടുകയാണ്. അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഭരതനും കൂടെ വന്ന ആൾക്കാരൊക്കെ തേരിൽ തിരിച്ചു പോയി. ഈ പോയി കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അവിടെ നിന്നപ്പോഴത്തേക്ക് രാമനോട് ചോദിച്ചു, അച്ഛൻ മരിച്ചറിഞ്ഞിട്ട് ഇത്രയും ദുഃഖിതനായിട്ടും താങ്കൾ ഇത്ര ദുഃഖിതനായിട്ടൊന്നും കണ്ടില്ലല്ലോ, എന്താണ് താങ്കൾ അധികം വിഷമമില്ലാത്ത? അപ്പം ദശരഥൻ നേരത്തെ തന്നെ വയസ്സനായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇവർ യുവരാജാവായിട്ട് അഭിഷേകം നടത്തിയതും അതിനുശേഷം അത് ഉപേക്ഷിച്ചതിന് ശേഷം ഇദ്ദേഹം ഭരതനെ രാജാവായി വാഴിച്ചതും കുറച്ചാൾ കഴിഞ്ഞാണ് അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹം വളരെ അസുഖബാധിതനും അദ്ദേഹം ജീവിതത്തോടും മരണത്തോടും മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ അദ്ദേഹം മരിച്ചു പോയത് തന്നെയാണ് നല്ലത്. എനിക്കറിയാം, അച്ഛനെ നമ്മൾ നല്ലപോലെ സ്നേഹിച്ചിട്ടുണ്ട്, അച്ഛനെ കൊടുക്കേണ്ട സ്നേഹമെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്, അച്ഛന് ചെയ്യേണ്ട സേവകളെല്ലാം ചെയ്തിട്ടുണ്ട്. കാട്ടിലൂടെ നമ്മൾ പോകുന്നെങ്കിലും അച്ഛനെ സേവ ചെയ്യാൻ ധാരാളം ആൾക്കാരെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അവരെല്ലാം അത് കൃത്യമായി ചെയ്തിരുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ അങ്ങനെയൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. മക്കളിൽ നിന്നോ അച്ഛന് യാതൊരു തരത്തിലുള്ള ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിട്ടില്ല. മക്കളിൽ നിന്ന് അച്ഛന് വളരെ സന്തോഷമായിരുന്നു. അപ്പോൾ നമ്മൾ അച്ഛൻ പിന്നെ ജനിച്ചാൽ മരിക്കണം. ജനിക്കുന്ന അച്ഛൻ മാത്രമല്ല, ഏതൊരു വസ്തുവും ഏതൊരു ജീവിയും ജനനമുണ്ടോ അതിന് മരണമുണ്ട്. അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. മരണം എന്നത് സനാതന സത്യമാണ്. അപ്പോൾ ആ സനാതന സത്യം എന്ന് പറഞ്ഞാൽ ആ സത്യം അന്ന് രാമനാണ് പറഞ്ഞത്, ആദ്യം പറഞ്ഞത്. ഈ ബുദ്ധരാമൻ എന്നാണ് പറഞ്ഞത്. ജനിച്ചാൽ മരിക്കും, അതാണ് സനാതന സത്യം. മറ്റുള്ളതൊന്നും സത്യമല്ലെങ്കിൽ പോലും ജനിച്ചാൽ മരിക്കും എന്നുള്ളത് ഒരു സനാതന സത്യമാണ്. അതാണ് സനാതന സത്യം, അത് മാത്രമാണ് സനാതന സത്യം എന്ന് ഈ രാമൻ അവിടെ കൂടിയിരുന്ന ആൾക്കാരോട് പറയുകയും. അപ്പം അങ്ങനെ രാമൻ വളരെ ശക്തനായി. അല്ലെങ്കിൽ ചെറുപ്പകാലത്ത് അന്ധവിശ്വാസിയായിരുന്ന ചഞ്ചലഹൃദനായ രാമനാണ് അല്ല ഇപ്പോഴത്തെ രാമൻ. അദ്ദേഹം ബുദ്ധ ഫിലോസഫി പഠിക്കുകയും ഈ പ്രകൃതിയിലെ സത്യങ്ങൾ അംഗീകരിക്കുകയും അതെല്ലാം മനസ്സിലാക്കുകയും ചെയ്ത് മനുഷ്യനായി മാറുകയും അദ്ദേഹം ഒരു ബുദ്ധ സന്യാസിയായി മാറുകയാണിത്. അദ്ദേഹം തിരിച്ച് നാട്ടിൽ പോവുകയോ അല്ലെങ്കിൽ കൊട്ടാരത്തിൽ പോവുകയോ അവിടുത്തെ രാജഭരണം ഏറ്റെടുക്കുകയും ചെയ്തില്ല. അതോടുകൂടി ആ കഥ തീരുകയാണ്. ഈ നമ്മുടെ രാമൻ, അതായത് ബുദ്ധകഥയിലെ രാമൻ, ആദ്യമുണ്ടായ രാമൻ, ഈ രാമൻ ഒരു ബുദ്ധ സന്യാസിയെ മാറുകയാണ്. അതിനപ്പുറത്ത് ആ കഥയൊന്നുമില്ല. ആ കഥയിൽ അല്ലെങ്കിൽ സീത ആരെങ്കിലും കട്ടുകൊണ്ട് പോവുകയോ അല്ലെങ്കിൽ വനവാസം ചെയ്യുകയോ വേറെ തരത്തിൽ കഷ്ടപ്പെടുകയോ യുദ്ധം ചെയ്യുകയോ കിഡ്നാപ്പ് ചെയ്യുകയോ ഇങ്ങനെയുള്ള യാതൊന്നുമില്ല. ആ കഥ അവിടെ കൊണ്ടങ്ങ് തീരുകയാണ്. അതാണ് ഈ ബുദ്ധ രാമായണത്തിൽ വരുന്നത്. അതിനുശേഷം 1800 വർഷത്തിന് ശേഷമാണ് നമ്മുടെ ഇന്നത്തെ രാമായണം. ഇന്നത്തെ രാമായണം ബ്രാഹ്മണ രാമായണമാണ്. ആദ്യം ഞാൻ പറഞ്ഞത് ബുദ്ധരാമായണം, അതിനുശേഷം ഇപ്പോൾ ഇത് ബ്രാഹ്മണ രാമായണം. അപ്പോൾ ഈ രണ്ട് കഥകളും നൽകുന്ന സന്ദേശത്തിൽ വ്യത്യാസമുണ്ട്. ആദ്യത്തെ രാമായണത്തിൽ പറഞ്ഞ മരണമെന്ന സത്യത്തെ അംഗീകരിച്ച് ദുഃഖിക്കാതിരിക്കൂ എന്ന് പറയുന്നതാണ് ആ കഥ, അല്ലെ? അതാണ് അതിനകത്തെ മെസ്സേജ്. ഇപ്പോഴത്തെ ഈ രാമായണം അങ്ങനെയല്ല. ബ്രാഹ്മണ്യം എന്ന വംശമഹിമയെ പുകഴ്ത്തുകയും മറ്റുള്ളവരെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന രാമായണമാണിത്. ശൂദ്രന്മാരെയൊക്കെ അധിക്ഷേപിക്കുന്ന ധാരാളം ശ്ലോകങ്ങൾ രാമായണത്തിനകത്തുണ്ട്. അപ്പോൾ ബ്രാഹ്മണ മഹിമയെ വാഴ്ത്തുന്നതാണ് മുഴുവൻ ശ്ലോകങ്ങളും തന്നെ. അപ്പം ബ്രാഹ്മണ്യത്തെ പുകഴ്ത്തുകയും മറ്റുള്ള ജനതയെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന മെസ്സേജാണ് ഈ രാമായണം നമുക്ക് നൽകുന്നത്. അപ്പം ദശരഥ ജാത എന്ന കഥയിൽ നിന്നും വന്ന സീത, ആ സീത ദശരഥൻ്റെ മരണം വരെയേ ഉള്ളൂ. ഇപ്പോൾ പറഞ്ഞു അതുവരെയുള്ളൂ. പിന്നീട് കാട്ടിൽ സീത അനുഭവിക്കുന്ന വിഷമങ്ങൾ, അസുഖങ്ങൾ, കഷ്ടപ്പാടുകൾ, തട്ടിക്കൊണ്ടുപോകൽ, ഉറക്കം വരാത്ത രാത്രികൾ ഒക്കെ വരച്ച് കാണിച്ചത് നമ്മൾ ഇതിന് മുമ്പുള്ളൊരു എപ്പിസോഡിനകത്ത് പറഞ്ഞായിരുന്നു. ഹനുമാൻ്റെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു. അത് വന്നത് BC 8ാം നൂറ്റാണ്ടിൽ എഴുതിയ ഹീബ്രു ബൈബിളിലെ ഉൽപ്പത്തി ചാപ്റ്ററിലെ റാം സറ കഥയിലെ ആ സറയെ കൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ലല്ലോ, റാം ഒരു സറ കാട്ടിൽ പോകുന്നു. അവർക്ക് ലോത്തെന്ന് പറയും, അവർ മരുമനോടുകൂടി കാട്ടിൽ പോകുന്നു. അവിടെ ധാരാളം കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതമാകുന്നു. പിന്നെ ഒരു നീഗ്രോ, ഒരു ഡിസ്ഫിഗേർഡ് ജോ ഉള്ള വികൃതമായ താടിയിലോടുകൂടി ഒരു നീഗ്രോയുടെ സഹായത്തോടുകൂടിയാണ് അവർ കാട്ടിലെ ജീവിതം തള്ളി നീക്കുന്നത്. അന്ന് ആ കാട്ടിലിൻ്റെ അതിർത്തി പ്രദേശത്ത് താമസിക്കുന്ന നീഗ്രോ കുടുംബങ്ങളുടെ സഹായം കൊണ്ടാണ് അവർ ആഹാരം കഴിച്ചതും ആഹാരം ഉണ്ടാക്കാൻ പഠിച്ചതും ആഹാരം സമ്പാദിച്ചതും അസുഖത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകുന്നതൊക്കെ അങ്ങനെ അവരുടെ സഹായത്തോടുകൂടി. അപ്പം ആദ്യത്തെ സീതയുടെ ഒരു ഭാഗം, അല്ലെങ്കിൽ ഇന്ന് കാണുന്ന സീത, രാമായണത്തിലെ സീതയുടെ കുറേ ഭാഗങ്ങൾ, അല്ലെങ്കിൽ ആദ്യ കാലഘട്ടത്തിലുള്ള ജീവിതങ്ങളെല്ലാം വരച്ചു കാട്ടാനായിട്ട് ഉപയോഗിച്ചത് ഈ ജാതകകഥയിലെ ദശരഥ ജാതക എന്ന ബുദ്ധകഥയിലെ സീതയെ കൊണ്ടും അതിനുശേഷം കാട്ടിലെ ജീവിതവും കഷ്ടപ്പാടും കിഡ്നാപ്പിങ്ങും കട്ടുകൊണ്ട് പോകുന്നു അതെല്ലാം ഉണ്ടാക്കിയത് അത് സറ എന്ന കഥാപാത്രം, അതായത് ഉൽപ്പത്തി ചാപ്റ്ററിലെ സറ
ഹീബ്രു ബൈബിളിലെ ഉൽപ്പത്തി ചാപ്റ്ററിലെ സറ എന്ന കഥാപാത്രത്തെ എടുത്തുകൊണ്ടാണ് ആ സീതയെ എഴുതിയുണ്ടാക്കിയത്. അതിനുശേഷം ഈ കാട്ടിലെ അലച്ചിലെ തട്ടിക്കൊണ്ടുപോകലെ വിരഹവേദന, ശപിക്കപ്പെട്ട ജീവിതം, അനാഥയെപ്പോലുള്ള പ്രസവം, ഇതൊക്കെ സീതയുടെ ജീവിതത്തിൽ പകർത്തി വെച്ചത് ഈ ഹീബ്രു ബൈബിളിലെ സറയുടെ കഥയിൽ നിന്നാണ്. അപ്പോൾ പിന്നെയോ ഈ സ്ത്രീയുടെ ഇഷ്ടത്തിനനുസരിച്ച് വരനെ വരിക്കുക എന്നത് ഒരിക്കലും ഇന്ത്യയിൽ ബ്രാഹ്മണങ്ങളുടെ പാരമ്പര്യമൊന്നും ആയിരുന്നില്ല. അങ്ങനെ ഒരു പാരമ്പര്യമില്ല. സ്ത്രീകൾക്ക് അങ്ങനെ യാതൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സ്വയംവരം എന്ന് പറയുന്നത് ബുദ്ധസാഹിത്യ പാരമ്പര്യമാണ്. ബുദ്ധസാഹിത്യത്തിലാണ് സ്വയംവരം നമുക്ക് കാണാവുന്നത്. ഒരിക്കലും ഒരു ബ്രാഹ്മണ സാഹിത്യത്തിലോ ബ്രാഹ്മണരുടെ ജീവിത രീതികളിലൊന്നും ഇഷ്ടമുള്ള പുരുഷനെ വരിക്കാനുള്ള സ്വയമായി പോയി വരിക്കുക അങ്ങനെ സമ്പ്രദായമേ ഇല്ല. പിന്നെ എങ്ങനെയാണ് അവർ ഈ സ്വയംവരം എന്ന് പറയുന്നത്? ആ സ്വയംവരം വന്നത് അത് ബുദ്ധസാഹിത്യത്തിൽ വന്നാണ്. ബുദ്ധസാഹിത്യത്തിലാണ് അത്തരം പാരമ്പര്യമുള്ളത്. അപ്പോൾ രാമായണത്തിലെ സീതാസ്വയംവരം പിന്നെ അമ്മയെ ആയിക്കഴിഞ്ഞ് സീതയിലുണ്ടായ ആ പക്വത, അതിന് അച്ഛനെ കാണാൻ ആഗ്രഹിച്ച കുട്ടികളുടെ നിർബന്ധം, സീതയുടെ മനോബലം, വ്യക്തിത്വം, ഇത്തരത്തിലുള്ള ഈ സീതയെ വരച്ച് ഈ സീതയുടെ അതിന് കഴിഞ്ഞുള്ള വനവാസത്തിന് ശേഷം ലങ്കയിൽ തിരിച്ചു വന്നതിന് ശേഷം ഉണ്ടായ സീതയിലുണ്ടായ മാറ്റം, സ്വഭാവത്തിലുണ്ടായ മാറ്റം, പക്വതയിലുണ്ടായ മാറ്റം, ജീവിതത്തിലുണ്ടായ മാറ്റം, ജീവിത വീക്ഷണത്തിലുണ്ടായ മാറ്റം, ഇതെല്ലാം വരച്ച് കാണിക്കാൻ അവർ സ്വീകരിച്ച സീത വേറെ സ്ത്രീ കഥാപാത്രങ്ങളാണ്. അത് എവിടുന്ന് വന്നതെന്ന് ചോദിച്ചാൽ അത് മറ്റൊരു ബുദ്ധകഥയായ സീതാ സ്വയംവർ, അതായത് ബുദ്ധകഥയുടെ നമ്പർ 539, ജാതകത്തിൽ 539 നമ്പർ കഥയാണ് സീതാ സ്വയംവർ. അന്ന് ഈ ബുദ്ധകഥയിൽ നിന്നാണ് ബാക്കി ഭാഗങ്ങളൊക്കെ സീതയ്ക്ക് വേണ്ടി എടുത്തത്. അപ്പോൾ ആ കഥയിൽ ആ സ്ത്രീ കഥാപാത്രത്തിൻ്റെ പേര് തന്നെ സിതാലി ദേവി എന്നാണ്. സിതാലി ദേവി. അപ്പം ആ സിതാലി ദേവിയുടെ കഥ ഇതാണ്. വിദേഹത്തിലെ രാജാവാണ് മഹാജനകന് 2 മക്കൾ, അരിത്ത ജനക, പോള ജനക. അദ്ദേഹം 2 മക്കളാണ്. അപ്പോൾ അന്നത്തെ ഇതിനനുസരിച്ച് രാജാവ് മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ, അല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പാണെങ്കിൽ അദ്ദേഹം 2 മക്കളുണ്ട്. 2 മക്കളെയും മിക്കവാറും കഥകളിലെ 2 മക്കളാണ്. ഈ മക്കളുടെ മൂത്ത ആൾ രാജാവാക്കും, ഇളയാൾ വൈസ്രോയിയാക്കും. അങ്ങനെയാണ് അന്നത്തെ രീതി. അപ്പോൾ ഈ മൂത്ത മകനെ അദ്ദേഹം ഈ രാജാവ് മരിച്ചതിന് ശേഷമോ അതിന് മുമ്പോ അത് അരിത്ത ജനകയെ രാജാവാക്കി, പോളയെ ജനകയെ വൈസ്രോയിയാക്കി. അപ്പം ഇങ്ങനെ കാലം കഴിഞ്ഞ് പോവുകയാണ്. അപ്പോഴത്തേക്ക് ഒരു സ്പൈക്ക് എന്തോ പോള ജനകയോട് എന്തോ വിരോധം ഉണ്ടായിരുന്നു. അയാൾ എന്ത് ചെയ്തു? അയാൾ ഈ അരിത്ത ജനകയോട് ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ സഹോദരൻ വൈസ്രോയി അവന് രാജാവാകാൻ വേണ്ടി അവൻ പലതരത്തിലുള്ള കുത്സിത പരിപാടികൾ ഉറപ്പിക്കുന്നുണ്ട്. അവൻ്റെ നമ്മുടെ ഇവിടുത്തെ ഭടന്മാരോടെല്ലാം എപ്പോഴും രഹസ്യ ചർച്ചകൾ നടത്തും. ആ രഹസ്യ ചർച്ച നടത്തുന്നതെല്ലാം ഒരു ദിവസം നിങ്ങളെക്കെതിരായിട്ട് അട്ടിമറി നടത്താൻ വേണ്ടി സംസാരിക്കുന്നതാണ്. അതാണിതാണ്. ഇത് കേട്ടപ്പോഴത്തേക്കും ആദ്യമൊന്നും വിശ്വസിച്ചില്ല. ഈ അരിത്ത ജനങ്ങൾ വിശ്വസിച്ചില്ല. എൻ്റെ സഹോദരനെക്കുറിച്ച് അങ്ങനെയൊക്കെ ചെയ്യുമോ, അല്ലെ അവന് രാജാവാകാൻ വേണ്ടി അവൻ അങ്ങനെയൊക്കെ ചെയ്യുമോ? അപ്പോഴത്തേക്ക് എവിടെയെങ്കിലും ഇദ്ദേഹം വൈസ്രോയിയാണ്. വൈസ്രോയി എല്ലാ സ്റ്റാഫുമായിട്ട് സംസാരിക്കണം. അപ്പോൾ എവിടെയെങ്കിലും മൈതാനത്തോ എവിടെയെങ്കിലും നിന്നുകൊണ്ട് ഏതെങ്കിലും ഭടന്മാരോട് നിന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ അവരെ വഴക്ക് പറയുക, അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും നിർദ്ദേശം കൊടുക്കുക. അത് കാണുമ്പോഴേ ഉടനെ തന്നെ ഈ സ്പൈ വന്ന് നമ്മളെ അരിത്ത ജനയ്ക്ക് വിളിച്ചുകൊണ്ട് കാണിക്കും, ജനലിലേക്കൂടെ കാണിക്കും, നോക്കുകൊണ്ട് അവിടെ നിന്ന് നോക്ക്, കണ്ടില്ലേ അയാൾ അവരോട് പറയുന്നത് കണ്ടില്ലേ, അവർ നിങ്ങളെ കൊല്ലാനുള്ള പദ്ധതി ഉണ്ടാക്കുവാണ്. പല പ്രാവശ്യം ഇങ്ങനെ ആയപ്പോഴത്തേക്ക് ഈ അരിത്ത ജനക ഇത് വിശ്വസിച്ചു. ഈ പറഞ്ഞത് ശരിയായിരിക്കും, ഇവൻ എന്നെ ഒരു ദിവസം കൊല്ലും, അല്ലെങ്കിൽ എൻ്റെ രാജാവാകാൻ വേണ്ടി ചെയ്യുന്നതാണ്. കാരണം ഇവൻ ഇതെല്ലാം പോയി കേൾക്കുന്ന സ്പൈ ആണ്. അപ്പോൾ അവൻ പറഞ്ഞത് ശരിയായിരിക്കുന്ന ഇയാളങ്ങ് അങ്ങനെ ഒരു നിമിഷത്തിൽ എന്ത് ചെയ്തു? അവൻ അനിയനായ ഈ പോള ജനക പിടിച്ച് ജയിലിലിട്ടു. സത്യത്തിൽ അങ്ങനെയല്ല. പോള ജനകയോട് പറഞ്ഞു, നീ എനിക്കെതിരെ നീ ഗൂഢാലോചന നടത്തുവാണ് ഇവിടുത്തെ ഭടന്മാരുടെ കൂടെ, അതുകൊണ്ട് അങ്ങനെയാണ് ഭടന്മാരെക്കുറിച്ച് അങ്ങനെയൊന്നും നടന്നിട്ടില്ലെന്ന് പറഞ്ഞു. എന്നാലും ഈ വിശ്വാസം, കാരണം മറ്റവൻ പറഞ്ഞ് ശരിയായിരിക്കും, അയാൾ പറഞ്ഞാണ് ഏറ്റവും ശരിയെന്ന് തോന്നിയത്. അപ്പോൾ അങ്ങനെ തന്നെയാണ്. അന്നേരത്തേക്ക് ഇയാൾ പറയുന്നുണ്ട്, ഈ ഫയാമി യുവർ എനിമി ദിസ് അപ്പം ഞാൻ നിങ്ങളുടെ എനിമി അല്ല, ഒരിക്കലും ഞാൻ നിങ്ങളുടെ എനിമി അല്ല എന്ന് പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഇതിനെ പെടുത്തി ജയിലിലിട്ടു. ജയിലിൽ അപ്പോൾ ഇത് അന്നത്തെ കൊട്ടാരത്തിൻ്റെ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ താഴെയാണ് ഈ ജയിലിൽ പോലും. അപ്പോൾ കൊട്ടാരത്തിനകത്തൊക്കെ എപ്പോഴും ഈ ജയിലിൽ കിടക്കുന്ന ആൾക്കാരുടെ ശബ്ദങ്ങളും വിലാപങ്ങളും ഒക്കെ കേൾക്കാം. അപ്പോഴത്തേക്ക് ഒരു ദിവസം ഭയങ്കരമായിട്ട് ഒച്ച കേട്ടപ്പോഴത്തേക്കും കൊട്ടാരത്തിലുള്ള ആൾക്കാരോടെല്ലാം വന്ന് താഴെ ഇങ്ങനെ ഇരുമ്പഴിക്കുക തുടങ്ങി നോക്കിയപ്പോഴത്തെ ഒരുത്തം കിടന്നുണ്ട്, അവിടെ കിടന്നുണ്ട്, ഈ പോളജന കിടന്നുണ്ട്, വലിയ ബഹളം വയ്ക്കുക. എന്താ ബഹളം വയ്ക്കുന്നത്? ഈ ഫയാം യുവർ എനിമി ദിസ് ചെയിൻ വിൽ നോട്ട് ബ്രേക്ക്, ദ ഡോർ വിൽ നോട്ട് ഓപ്പൺ. അതായത് പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ നിങ്ങളുടെ എനിമിയാണെങ്കിൽ എന്നെ പൂട്ടിയിട്ടേക്കുന്ന ഇതിൻ്റെ ഈ കഥ തുറക്കത്തില്ല, അതുപോലെ എൻ്റെ കയ്യിൽ കൊടുത്തു വെച്ചേക്കുന്ന ഈ ചങ്ങലൊന്നും പൊട്ടത്തില്ല എന്ന് പറഞ്ഞു. അതായത് ഈ ഐ ആം നോട്ട് യുവർ എനിമി,
ഇഫ് ഐ ആം നോട്ട് യുവർ എനിമി ദിസ് ചെയിൻ വിൽ ബ്രേക്ക് ആൻഡ് ദിസ് ഡോർ വിൽ ഓപ്പൺ. അങ്ങനെ ഞാൻ നിങ്ങളുടെ എനിമി അല്ലെങ്കിൽ എൻ്റെ കൈകളിൽ ഈ ചങ്ങലകൾ എല്ലാം പൊട്ടിപ്പോകും. അപ്പോൾ ഈ വലിയ കവാടം ഈ കഥ അത് തുറക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ 4-5 പ്രാവശ്യം പറഞ്ഞപ്പോഴത്തേക്കും തന്നെ കൈയിൽ ചലങ്ങല പൊട്ടുകയും ആ കഥ തുറക്കുകയും ചെയ്തു. ആൾക്കാരുള്ള ഇവൻ പറഞ്ഞ സത്യമാണോ? ഇവൻ ഈ രാജാവിനെതിരായിട്ടൊന്നും പ്രവർത്തിച്ചില്ലേ? ഗൂഢാലോചന നടത്തിയില്ലേ? അപ്പോൾ ഇവൻ സ്പൈ പറഞ്ഞത് തെറ്റാണോ? അപ്പോൾ ആൾക്കാരൊക്കെ അതിശയിച്ചു പോയി. ഇവൻ പറഞ്ഞത് സത്യമായിരുന്നു, അതുകൊണ്ടാണ് ആ സത്യമായതുകൊണ്ട് തന്നെയാണ് അയാളുടെ അദ്ദേഹത്തിൻ്റെ കയ്യിലെ ചങ്ങല പൊട്ടുകയും കഥ അതിനകത്ത് തുറക്കുകയും ചെയ്തു. അതോടുകൂടി അവൻ എണീറ്റ് ഓടി, വെളിയിലോട്ട് ഓടി. ഓടിയപ്പോഴത്തേക്കും എല്ലാവരും സ്തംഭിച്ചിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റില്ല, സ്തംഭിച്ചിരുന്നു പോയി. എല്ലാവരും രാജാവിനെ ക്രൂരത്തോട് നോക്കി. ഈ രാജാവ് നീചനാണ്, അവൻ്റെ സ്വന്തം സഹോദരനെ പോലും ആരോ പറഞ്ഞ അസത്യം കേട്ട് ജയിലിലടയ്ക്കുകയും കയ്യിൽ ചങ്ങലയിട്ട് ഇത്ര ദിവസം അകത്ത് കിടത്തുകയും ചെയ്തു അല്ലേ? ഇവനോ അനിയനോ അവൻ്റെ അനിയൻ ഉടനെ തന്നെ ജയിലിൽ നിന്ന് വെളിയിറങ്ങി ചാടി ഓടി ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിച്ചു. കുറേ ആൾക്കാരൊക്കെ അവനെ സപ്പോർട്ട് ചെയ്തു. കുറേ ആൾക്കാരൊക്കെ ആയിട്ട് അവൻ ഉടനെ എനിക്ക് ഈ കൊട്ടാരത്തിൽ നിൽക്കേണ്ട, ഞാൻ പോകുമെന്ന് പറഞ്ഞു. കുറേ ആൾക്കാർ അവൻ്റെ കൂടെ പോയി. അങ്ങനെ അവരെല്ലാം കൂടെ വലിയ കെട്ടും പാണ്ടമൊക്കെ എടുത്തുകൊണ്ട് അനിയനൊക്കെ കൂടെ അവർ ആ ദേശം വിട്ട് പോവുകയാണ്. ആ കഥയിൽ ആ ദേശം വിട്ട് പോയി കുറേ ദൂരെ ചെന്ന് അവർ ഒരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്കും ചെന്ന് ഒരു ചെറിയ രാജ്യം ഉണ്ടാക്കി അവർ ഒരു രാജ്യം ഉണ്ടാക്കി അവരവിടെ താമസിക്കുകയാണ്. പിന്നെ ധാരാളം ആൾക്കാരെ പണിയെല്ലാം ചെയ്ത് അവർ കൃഷി ചെയ്തു ഒക്കെ കുടിൽ കെട്ടിയൊക്കെ താമസിക്കുകയും അങ്ങനെ കുറേ വർഷം കഴിയുമ്പോഴത്തേക്കും അവർ കാർഷികമായിട്ട് പുരോഗതി പ്രാപിക്കുകയും അവർ ഒരു വിധം നന്നായിട്ട് ജീവിതം കെട്ടിപ്പടുക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിനപ്പോഴത്തേക്കും കൂടെ പോയ കൂടുതൽ ആൾക്കാർ ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് പോയി, ജനസംഖ്യ കൂടി, അപ്പോൾ തന്നെ ഭടന്മാരുണ്ടായി, ഒരു സേനയുണ്ടാക്കി. അങ്ങനെയൊക്കെ ഉണ്ടായി ശക്തമായൊരു സേനയൊക്കെ ഉണ്ട്. കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും അദ്ദേഹം ഈ ചേട്ടനായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് തിരിച്ചിവിടെ വരുവാണ്. അങ്ങനെ യുദ്ധം ചെയ്യാനായിട്ട് തിരിച്ചിവിടെ വന്നിട്ട് ഇവിടെ യുദ്ധത്തിന് വെല്ലുവിളിക്കുകയാണ് ഉണ്ടാകുന്നത്. ചേട്ടനെ യുദ്ധത്തിന് വെല്ലുവിളിക്കുകയാണ്. ഇത് കേട്ടപ്പോഴത്തേക്കും ചേട്ടൻ ഇത് പ്രതീക്ഷിച്ചില്ല. അനിയൻ ഇതുപോലെ തന്നെ യുദ്ധത്തിന് വരുമെന്ന് വിചാരിച്ചില്ല. അദ്ദേഹം യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ യുദ്ധത്തിൽ ഞാൻ മരിച്ചു പോകും, അല്ലെങ്കിൽ ഞാൻ പരാജയപ്പെടും, കാരണം എൻ്റെ അനിയൻ വളരെ ശക്തനായിട്ടാണ് തിരിച്ചു വന്നേക്കുന്നത്. അവൻ എല്ലാവിധ ഇതോടുകൂടിയാണ്, സന്നാഹത്തോടു കൂടിയാണ് വന്നേക്കുന്നത്. ഈ യുദ്ധത്തിൽ ഞാൻ പ്രിപ്പയർഡല്ല, അതുകൊണ്ട് ഞാൻ മരിച്ചു പോകും, നീ എങ്ങനെയും രക്ഷപ്പെട്ടു എന്ന് ഭാര്യയോട് പറഞ്ഞിട്ടാണ് ഈ അരുതജനക യുദ്ധത്തിന് പോകുന്നത്. കാരണം നാണക്കേടല്ലോ, യുദ്ധത്തിന് പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. യുദ്ധത്തിന് പോയി, യുദ്ധത്തിൽ മരിച്ചുപോയി. ഈ വിവരം ഭാര്യ അറിഞ്ഞു, ആരോ വന്ന് പറഞ്ഞു. ഉടനെ ഭാര്യ രക്ഷപ്പെടാൻ വേണ്ടി എന്ത് ചെയ്തു? ഭാര്യ ഉടനെ അവരുടെ വീട്ടിലൊക്കെ ഹൗസ് മെയ്ഡായിട്ട് വരുന്ന സ്ത്രീയുടെ പോലെ ഒരു വേഷം കെട്ടി, അതുവരെ ഇരുന്ന ആഭരണങ്ങളെല്ലാം ഊരി വലിയ പാണ്ടത്തിനകത്താക്കി. അതുപോലെ അവിടെ അലമാരിക്കകത്ത് സൂക്ഷിച്ചിരുന്ന ധാരാളം എടുക്കാവുന്നതുള്ള ആഭരണങ്ങളും പണവും അതുപോലെ ദ്രവ്യങ്ങളും ഒക്കെ എടുത്ത് വലിയ പാണ്ടത്തിനകത്താക്കിയിട്ട് ഒരു ഹൗസ് മെയ്ഡിൻ്റെ അതേ വേഷത്തിൽ കഴുത്തിലും ഒന്നും ഇടാതെ കാതിലെല്ലാം ഊരി വെച്ചിട്ട് അവരതുപോലെയുള്ള വേഷത്തിൽ തലയെല്ലാം മുണ്ടിട്ട് ഈ പാണ്ഡവെല്ലാം കൈവച്ചുകൊണ്ട് അവർ വെളിയിറങ്ങി. അപ്പോൾ അവരെ കണ്ടാൽ ആരും അറിയില്ല, രാജ്ഞിയാണെന്നറിയത്തില്ല. അവർ വെളിയിറങ്ങി അവിടെ നഗരത്തിൻ്റെ ഒരു 4 വശത്തും ഗോപുരങ്ങളുണ്ട്. അതിൽ ഇവർ നഗരത്തിന് വെളിയെ ഇറങ്ങി നടന്നിട്ടേ ഇല്ല, ആ സ്ഥലങ്ങളൊന്നും അറിയത്തുമില്ല. അവർ നഗരത്തിൻ്റെ അവിടെ ഈ റിക്ഷകളൊക്കെ വരുന്നത്, അതുപോലെയുള്ള കുതിരവണ്ടികളൊക്കെ വരുന്ന ആ സ്ഥലത്ത് അവിടെ പോയി നിന്നിട്ട് പറഞ്ഞു. അവിടെ ഈ റിക്ഷയ്ക്ക് കാത്തു നിന്നിട്ട് പറഞ്ഞു കാലാച്ചമ്പയ്ക്ക് പോകാനായിട്ട് പലരോടും ചോദിച്ചു. അപ്പോൾ ഒരു റിക്ഷാവാലയും റിക്ഷാവാലകളൊന്നും ഈ കാലാച്ചമ്പയ്ക്ക് പോകുന്നില്ല. എങ്ങനെയാണ് ഇവർ കാലാച്ചമ്പ എന്ന് പേര് കിട്ടാറിയില്ല. അവർ പറഞ്ഞു. അങ്ങനെ ഉത്തരേന്ത്യപ്പോഴത്തേക്ക് ഒരാൾ വന്നിട്ട് ചോദിച്ചു, കാലാച്ചമ്പയ്ക്ക് പോകാൻ ആരെങ്കിലും ഉണ്ടോ? അപ്പോഴത്തേക്ക് ഈ സ്ത്രീ ക്യൂൻ ഇവർ എഡിറ്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് പോകണമെന്ന് പറഞ്ഞു. വന്നോളം പറഞ്ഞു. വേറെ ആരും ഇല്ലായിരുന്നു കാലാച്ചമ്പയ്ക്ക് പോകാനായിട്ട്. ഈ സ്ത്രീ ഒറ്റയ്ക്ക് ഈ കുതിരവണ്ടിയൊക്കെ എത്തിക്കൊണ്ട് ഈ കാട്ട് പോയി. അങ്ങനെ രാത്രി ഇവിടുന്ന് പോയി ഏതാണ്ട് സന്ധ്യ കഴിഞ്ഞപ്പോഴാണ് ഈ കാലാച്ചമ്പയിലെത്തിയപ്പോഴത്തേക്ക് ഈ കാട്ടുവാല ഈ കുതിരവണ്ടിക്കാരൻ പറഞ്ഞു, ഇവിടെ ഇറങ്ങിക്കോളൂ, എനിക്കിനിയും ദൂരെ പോകണം, നിങ്ങൾക്ക് എവിടെ വെച്ച് ഇവിടെ ഇറങ്ങിക്കോളൂ, ഞാൻ ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് തിരിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. കാലാച്ചമ്പ കഴിഞ്ഞ് തിരിഞ്ഞു പോകുന്നു പറഞ്ഞു. ആ സ്ത്രീ അവിടെ ഇറക്കി വിട്ടു കഴിഞ്ഞപ്പോഴേ ആ സ്ത്രീ എല്ലാം നോക്കിയപ്പോഴത്തേക്ക് ഒരു സ്ഥലത്ത് ഒരാളുടെ ഇരുന്നുകൊണ്ട് കുറച്ച് പിള്ളേരെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് അവരെല്ലാം കുളിക്കാൻ പോകാൻ തയ്യാറാകുന്നു. അപ്പോഴത്തേക്കാണ് ഈ സ്ത്രീ ഒറ്റയ്ക്കാവുന്നത് കണ്ട്. അപ്പോൾ ആ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആ ഗുരു ഇവരെ കണ്ടിട്ട് പറഞ്ഞു, സൂക്ഷിച്ച് നോക്കി, 1-2 പ്രാവശ്യം സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഇതെൻ്റെ നഷ്ടപ്പെട്ടു പോയ പെങ്ങളാണല്ലോ ഇത്, എങ്ങനെ എവിടെ എത്തി എന്ന് ചോദിച്ചു. അല്ലല്ല, ഞാൻ നഷ്ടപ്പെട്ടു പോയ പെങ്ങളൊന്നും അല്ല എന്ന് എന്താ പറയാൻ തോന്നി. പക്ഷേ ഇവർ പറഞ്ഞില്ല.
കാരണം വെച്ചാൽ ഇവർക്ക് എവിടെയെങ്കിലും ഒരു ആശ്രയം കിട്ടണം, താമസിക്കണം, വീട് വേണം, എവിടെയെങ്കിലും ആരെങ്കിലും കൂടെ താമസിക്കണം. അപ്പോഴത്തേക്ക് അവർ മിണ്ടാതെ നിന്നു. അപ്പോൾ ഈ വിളിച്ചു, നീ എൻ്റെ പെങ്ങൾ തന്നെയല്ലേ, നഷ്ടപ്പെട്ട പെങ്ങളല്ലേ, എങ്ങനെ എൻ്റെ അടുത്ത് വന്നു, എനിക്കറിയായിരുന്നു വരുമെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ പുലമാൻ തുടങ്ങി. എന്നിട്ട് അവർ ഒന്നും പറയാണ്ട് ഈ സ്ത്രീയെ കൂട്ടിക്കൊണ്ട് അയാളുടെ വീട്ടിൽ പോയി. അവരുടെ വീട്ടിൽ പോയിട്ട് അയാൾക്ക് അവിടെ ഭാര്യയും മക്കളും ഉണ്ട്. പറഞ്ഞു, എൻ്റെ കാണാതെ പെങ്ങളെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, തേണ്ട കിട്ടി, എനിക്ക് കിട്ടി, എൻ്റെ മുമ്പിൽ തന്നെ അവൾ വന്ന് പെട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തെ അവരൊക്കെ വഹിച്ചു, ഇത് ഈയിടെ കാണാതെ പോയി പെങ്ങളാണ്. ഏതായാലും പെങ്ങളെ പോലെ അവളെ അവർ താമസിച്ചു. ഇത് അതിരജനകൻ്റെ ഭാര്യയാണ്, പക്ഷേ ആ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. അവിടെ താമസിച്ച് അന്ന് പൂർണ്ണ ഗർഭിണിയായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവരെന്തോ കഥയൊക്കെ പറഞ്ഞ് ഇയാളോട് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞു ഈ സ്ത്രീ പ്രസവിച്ചൊരു കുട്ടിയുണ്ടായി. ആ കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും ആ കുട്ടിയെ അവർ നല്ലപോലെ നോക്കി. കാരണം പെങ്ങളാണല്ലോ, പെങ്ങളുടെ കുട്ടിയൊക്കെ അവർ നന്നായിട്ട് നോക്കി, ഒരു കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഈ കുട്ടി വെളിയിൽ കളിക്കാനൊക്കെ പോകുമായിരുന്നു. ഈ കുട്ടി വെളിയിൽ കളിക്കാനൊക്കെ പോകുമ്പോൾ വലുതായി 1-2 വയസ്സായി വെളിയിൽ കളിക്കാനൊക്കെ പോകുമ്പോഴത്തേക്കും പിന്നെ 2-3 വയസ്സായി. അങ്ങനെ ആയപ്പോഴത്തേക്കും ഈ കുട്ടികൾ പറയും, ഇതെൻ്റെ അച്ഛനാണ് ആണ്ടാ വരുന്നത്, ഇതെൻ്റെ അമ്മയാണ്, നിൻ്റെ അമ്മ അതല്ലേ, നിൻ്റെ അച്ഛൻ അവിടെ പോയി, നിൻ്റെ അച്ഛൻ ഏതാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അച്ഛനില്ലാത്തവനാണ് നീ എന്നും പറഞ്ഞ് കളിയാക്കുമായിരുന്നു. ഇത് കേട്ടപ്പോഴത്തേക്ക് ഈ കുട്ടിക്ക് വളരെ ദുഃഖം തോന്നി. എനിക്ക് അച്ഛനില്ലാത്ത കാര്യം വളരെ മോശമാണോ? ഉടനെ ഇവൻ വന്ന് അമ്മയോട് പറയും, എൻ്റെ അച്ഛനേതെന്ന് പറയാൻ പറയും. അപ്പോൾ എൻ്റെ അച്ഛനേതെന്നപ്പോൾ ഇവരൊന്നും പറയാതിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദിവസം ഇവൻ പിള്ളേർ പിന്നെയും കളിയാക്കുമ്പോൾ ഇവൻ ഓടി വന്നിട്ട് അമ്മയോട് പറയും, എൻ്റെ അച്ഛനേതാന്ന് ചോദിക്കും. അപ്പോഴത്തേക്ക് ആ സമയത്തും ഈ കുട്ടി മുല കുടിക്കുമായിരുന്നു. ഒരു ദിവസം ഇങ്ങനെ മുല കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കുട്ടി പറഞ്ഞു, ആ മുലയെ പിടിച്ച് അവൻ കടിച്ചു. ഇത് പറഞ്ഞു, എൻ്റെ അച്ഛനാരാന്ന് പറയാതെ ഞാൻ മുലയെന്ന് കൈ ഇടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുലയെ ഭയങ്കരമായിട്ട് കടിച്ചു. ഭയങ്കര വേദന എടുത്ത സ്ത്രീ പറഞ്ഞു, ഞാൻ പറയാം നീ മുലയെന്ന് വീട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ കുട്ടി മുലയെന്ന് കടി വിട്ടു. അങ്ങനെ അവരെല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇതുപോലെ അരുത്തജനക ആണ് നിൻ്റെ അച്ഛൻ. അരുത്തജനകയുടെ അച്ഛൻ്റെ ബ്രദറായിരുന്നു പോളജനക. അവർ തമ്മിലുള്ള യുദ്ധത്തിൽ അച്ഛൻ മരിച്ചുപോയി. അങ്ങനെയാണ് രാജ്യം വിട്ടു ഓടി വന്ന്. ഇപ്പം രാജ്യമെല്ലാം പോളജനകയുടെ കയ്യിലാണ്. അങ്ങനെയാണ് നമ്മളിവിടെ വന്നു പെട്ടത്. ഈ കാര്യം നീ വേറെ ആരും കൂടുതലും പറയരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും കുട്ടിക്ക് പിന്നെ വളരെ ഇതായി, എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ രാജ്യം തിരിച്ചു പിടിക്കണം, അല്ലെങ്കിൽ പോളജനകയെ തോൽപ്പിക്കണം, എൻ്റെ അച്ഛൻ്റെ രാജ്യം എനിക്ക് അവകാശപ്പെട്ടതാണ്, തിരിച്ചു പിടിക്കണം. എന്ത് ചെയ്യണം ഇപ്പം? ഒരുമില്ല. അപ്പം അങ്ങനെ രാജ്യത്തിന് എടുത്തുകൊണ്ട് വന്ന കുറച്ച് സ്വത്തുക്കൾ, കുറേ സ്വർണവും വൈരങ്ങളും രത്നങ്ങളും ഒക്കെ ഈ തള്ള എടുത്തുകൊണ്ട് വന്നു. അത് അവരുടെ കയ്യിലുണ്ട്, അത് ഇതിനറിയാം. അങ്ങനെ ഇവൻ വലുതായി 10-16 വയസ്സായപ്പോഴത്തേക്കും അവൻ്റെ ഭയങ്കര ആർഡൻ്റ് സ്പിരിറ്റ്, എങ്ങനെയെങ്കിലും രാജ്യം തിരിച്ചു പിടിക്കണം, അതിന് പണം വേണം, അതിനെന്ത് ചെയ്യണം. അവനും 10-16 വയസ്സായപ്പോഴത്തേക്കും അമ്മയോട് പറഞ്ഞു, അമ്മ കൊട്ടാരത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ആ ധനമില്ലേ, അതിൽ പകുതി എനിക്കിതാ, ഞാൻ അതുകൊണ്ട് ബിസിനസ് ചെയ്തിട്ട് പണം ഉണ്ടാക്കിയിട്ട് നമുക്ക് രാജ്യം തിരിച്ചു പിടിക്കാമെന്ന് പറഞ്ഞു. ഒരു നിവൃത്തിയില്ലാതെ നിർബന്ധത്തിന് വഴങ്ങി അവസാനം എടുത്തുകൊണ്ട് വന്നതിൻ്റെ പകുതി അവന് കൊടുത്തു. അവനതുകൊണ്ട് പോയി ആ ധനമെല്ലാം വിറ്റിട്ട് അവനതുകൊണ്ട് ഷിപ്പിംഗ് ബിസിനസ് ആയത്. അന്നത്തെ കാലത്ത് ഷിപ്പിംഗ് ബിസിനസ് ചെയ്തു. അതായത് ഷിപ്പിൽ സാധനങ്ങളെല്ലാം കയറ്റി ഏതെങ്കിലും ദേശത്ത് കൊണ്ടുപോവുക, അവിടെ അതെല്ലാം വിൽക്കുക, എന്നിട്ട് അവിടുത്തെ സാധനങ്ങളെല്ലാം വാങ്ങി ആ ഷിപ്പിൽ കയറ്റി ഇവിടെ കൊണ്ടുവരിക, ഇവിടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദേശത്ത് കൊണ്ടുപോവുക, ആ ദേശത്ത് കൊണ്ടുപോയി അവിടെ നിന്ന് വിൽക്കുക, ആ ദേശത്ത് നിന്ന് അവിടുത്തെ സാധനങ്ങളെല്ലാം വാങ്ങി വേറെ ദേശത്ത് കൊണ്ടുപോയി. ഇങ്ങനെ ഉള്ള അന്നത്തെ ഷിപ്പിംഗ് ബിസിനസ്സിനെ കുറിച്ച് റെഫർ ചെയ്യുന്ന അങ്ങനെയാണ്. അങ്ങനെ ഇവൻ ആ പരിപാടി തുടങ്ങി. അങ്ങനെ പരിപാടി ചെയ്യുമ്പോഴത്തേക്ക് കുറേ നാൾ ആയപ്പോഴത്തേക്കും പിന്നെ ഷിപ്പ് സ്വന്തമായിട്ടെടുത്ത് ബിസിനസ് ചെയ്യാൻ തുടങ്ങി. അത് ഷിപ്പ് വാങ്ങി. അങ്ങനെ വലിയ ഭയങ്കര ഷിപ്പ് ബിസിനസ് ഡെവലപ്പായി. അങ്ങനെ കഴിയുമ്പോഴത്തേക്കും ഇവൻ ധാരാളം ഷിപ്പുകളുടെ ഓണറായി. അങ്ങനെ നന്നായിട്ട് നടക്കുകയാണ്. അങ്ങനെ നടന്നപ്പോഴത്തേക്കും ധാരാളം പണം വന്നു. എന്നാലും സമയമായില്ല, രാജ്യം തിരിച്ചു പിടിക്കാൻ സമയമായില്ല. അങ്ങനെ എനിക്ക് ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ ഷിപ്പെല്ലാം പോയി. ഒരു ദിവസം അദ്ദേഹവും ആ ഷിപ്പിനകത്തുണ്ടായിരുന്നു. ആ സമയത്ത് വലിയ ഭയങ്കര പ്രളയം ഉണ്ടായി. ആ പ്രളയത്തിൽ ഈ ഷിപ്പുകളൊക്കെ പ്രളയത്തിൽ പെട്ടു പോവുകയും നശിക്കുകയൊക്കെ ചെയ്തു. ഇദ്ദേഹം ഉണ്ടായിരുന്ന ഈ ഷിപ്പും വെള്ളത്തിൽ അകപ്പെട്ട് വലിയ കൊടുങ്കാറ്റിൽ ആടി ഉലഞ്ഞെല്ലാം പോയി. അദ്ദേഹം വെള്ളത്തിൽ അകപ്പെട്ടു പോയി. അങ്ങനെ തൊഴിലാളികളെല്ലാം പോയി. ധാരാളം ആൾക്കാർ മരിച്ചു, സാധനങ്ങൾ നഷ്ടപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ ഇദ്ദേഹം ഒരു പലകയുടെ പുറത്ത് വന്ന് പിടിച്ച് കയറി ഏതോ ഒരു കടൽക്കരയിൽ പോയി അടഞ്ഞു. ആ കടൽക്കരയിൽ പോയി അടിഞ്ഞ പുള്ളി അവിടെ അങ്ങനെ കിടന്നു. അപ്പോൾ ഈ കുട്ടിക്ക് എൻ്റെ അമ്മയുടെ പേര് മഹാജനകനാണ്. കാരണം മുത്തച്ഛൻ്റെ പേര് മഹാജനകം, ആ പേരാണ്. അപ്പോൾ ഇവൻ മഹാജനകൻ എന്നാണ് ഇവൻ്റെ പേര്. അങ്ങനെ ആ പ്രളയത്തിൽ തകർന്ന ഒരു പലകപ്പുറത്ത് പിടിച്ച് ഒരു സമുദ്രത്തിൻ്റെ തീരത്ത് വന്ന് അടിയാണ്. അപ്പോൾ ആഹാരം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല,
അതുപോലെ ഇങ്ങനെ ദിവസങ്ങളോളം ഈ കടലിനോട് മല്ലിട്ട് തിരയോട് മല്ലിട്ട് ഇങ്ങനെ വന്ന് അടിഞ്ഞാണ് അങ്ങനെ ബോധം കിട്ട് അങ്ങനെ കിടക്കുമായിരുന്നു. അപ്പം അത് വന്ന് അടിഞ്ഞത് എവിടെയാണ്? അത് ഈ പോളജനങ്ങളുടെ രാജ്യത്തെ വന്ന് അടിഞ്ഞത്, അല്ലെങ്കിൽ അവരുടെ ആ രാജ്യത്തായിരുന്നു വന്ന് അടിഞ്ഞത്. അപ്പോൾ ആ രാജ്യത്ത് ഈ ഇതുപോലെ പ്രളയം തുടങ്ങിക്കഴിഞ്ഞ ശേഷം അവിടെ വലിയ മഹാമാരികളുണ്ടാവുകയും ആ മഹാമാരികളിൽ ഈ പോളജനകം മരിക്കുകയൊക്കെ ചെയ്തു. ഈ പോളജനകം മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ പിന്നെയുള്ള അദ്ദേഹത്തിനൊരു മകളുണ്ട്. ആ മകളുടെ പേര് സിതാലി ദേവി എന്നാണ്. ആക്ച്വലി സിതാലി ദേവി ആരാണ്? ഈ മഹാജനകയുടെ അച്ഛൻ്റെ അനിയൻ്റെ മകളാണ് സിതാലി ദേവി. അപ്പം ആ സിതാലി ദേവിയുടെ സ്വയംവരം ഒക്കെ നടക്കാനുള്ള സമയമായിരുന്നു. അപ്പോഴത്തേക്ക് അച്ഛൻ മരിച്ചുപോയി. അവിടെ ധാരാളം ആൾക്കാർ ആ സ്ഥലത്ത് മരിച്ചുപോയി. ഇതുപോലെ പ്രളയത്തെ തുടർന്നുണ്ടായ മഹാദുരന്തങ്ങളും അതിനുശേഷം ഉണ്ടാകുന്ന ചില മഹാമാരികളും അവിടുത്തെ ആൾക്കാരൊക്കെ മരിച്ചുപോയി. അപ്പോൾ ആ സ്ഥലത്താണ് ഇവൻ കുറച്ച് നാൾ കടലിൽ കൂടെ കലഞ്ചെരിഞ്ഞിട്ട് ഈ ഒരു പലകപ്പുറത്ത് വന്ന് ഈ കടൽക്കരയെ വന്ന് അടിഞ്ഞു ഓടിയത്. അപ്പോഴത്തേക്കും ഇവൻ ഇവിടെ കടൽക്കര ഇങ്ങനെ കടന്നു. അപ്പോൾ അവിടെ നടന്ന ചെറിയ എന്തോ റിച്വൽസൊക്കെ നടന്നപ്പോഴത്തേക്കും ഈ എങ്ങനെയെങ്കിലും ഈ രാജ്ഞിയുടെ വിവാഹം നടന്നത്. കാരണം അവിടെ ആണുങ്ങളാരുമില്ല. അമ്മയുണ്ട്, സിതാലി ദേവിയുണ്ട്. അവരുടെ കുടുംബത്തിൽ വേറെ ആരും ആണുങ്ങളില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം. അപ്പോൾ ആ കല്യാണം കഴിക്കണമെങ്കിൽ അപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിക്കാം, സിതാലി ദേവിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ കല്യാണം കഴിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ധാരാളം ആൾക്കാർ വന്നിട്ടും ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ പലതരത്തിലും ചോദ്യങ്ങൾ ചോദിക്കും. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊന്നും പറയാൻ പലർക്കും കഴിയാറില്ല. അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ചിലർക്ക് ശാരീരിക ഗുണങ്ങളില്ല, ചിലർക്ക് മാനസികമായിട്ട് വിദ്യാഭ്യാസമില്ല. അങ്ങനെ രണ്ടോ തരത്തിലും യോജിക്കാത്ത ആൾക്കാർ വന്നതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് ഒരു ദിവസം ഈ കടൽക്കരയിലേക്ക് എന്തോ പൂജ ചെയ്യാനോ എന്തിനോ പൂജ ചെയ്യാനോ അതിനോ പോയ വഴിക്ക് ഈ കടൽക്കരയിൽ ഒരു മനുഷ്യൻ കിടക്കുന്നത് ധാരാളം ആൾക്കാർ കണ്ടു. അപ്പോഴത്തേക്കും അവനെ കണ്ടപ്പോഴത്തേക്കും ഇവനെ എടുത്തുകൊണ്ട് വന്ന് കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് ശുശ്രൂഷിച്ചു. അപ്പോൾ ഇവനെ കണ്ടപ്പോഴത്തേക്കും ഈ സിതാലി ദേവിക്ക് ഇഷ്ടപ്പെട്ടു, ആളെ ഇഷ്ടപ്പെട്ടു. കണ്ടാൽ സുന്ദരനാണ്, നല്ല ഒരു ആണ്. പക്ഷേ അവന് വിദ്യാഭ്യാസമുണ്ടോ അതൊക്കെ അറിയുന്നുണ്ട്. അതിനുവേണ്ടി ചില ടെസ്റ്റുകളൊക്കെ നടത്തി. ഇവൻ്റെ കുറച്ച് ദിവസം ആയപ്പോഴത്തേക്ക് ഇവൻ്റെ ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെ വരുത്തി ചില ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് അവൻ അത്ര മോശമൊന്നുമല്ല. അവനെ അങ്ങനെ എന്തോ അവൾക്ക് ഇഷ്ടപ്പെട്ടു. ഇവളെ സ്വയംവരം ചെയ്യുകയാണ്. അതായത് ഈ മഹാജനകയെ സീതാലി ദേവി സ്വയംവരം ചെയ്യുകയാണ്. അങ്ങനെ സ്വയംവരം ചെയ്ത ഭർത്താവാക്കിയപ്പോഴത്തേക്ക് അപ്പം രാജ്യം, അപ്പം മറ്റവനെ സംബന്ധിച്ച് പോളജനികയുടെ രാജ്യം അവന് തന്നെ തിരിച്ചു കിട്ടി. അതായത് അച്ഛൻ്റെ രാജ്യം അവൻ പിടിച്ചുകൊണ്ട് പോയി, അച്ഛൻ്റെ അനിയൻ പിടിച്ചു എടുത്തത് ഇവന് തന്നെ തിരിച്ചു കിട്ടി. ആ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ആ കാര്യം പറയാതെ തന്നെ അവൻ ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട് അവിടെ ജീവിക്കുകയും അങ്ങനെ ഒത്തിരി നാൾ കഴിഞ്ഞും അവർക്ക് പിള്ളേരൊക്കെ ഉണ്ടായി. കുറേ വർഷങ്ങളായി പിള്ളേരൊക്കെ 8-10 വയസ്സൊക്കെ ആയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദിവസം അവരുടെ രാജ്യത്ത് നഗരത്തിന് തീ പിടിച്ചു. നഗരത്തിൻ്റെ ഒരു വശത്തും തീ പിടിച്ചു. അന്ന് കാറ്റ് നല്ല സ്പീഡുണ്ടായിരുന്നു. അവിടെ തീ ഇങ്ങനെ ആളിക്കത്തുകയാണ്. കുടിലുകളും മറ്റ് വീടുകളും എല്ലാം ഇങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ കത്തി വരുവാണ്. അപ്പോഴത്തേക്കും എടുക്കാവുന്ന ധനങ്ങളും കുട്ടികളൊക്കെ എടുത്തുകൊണ്ട് ഈ ഭാര്യ വേഗം പാണ്ടക്കെട്ടെല്ലാം കിട്ടി നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം. ഇപ്പം ഉടനെ തന്നെ കുറച്ച് നേരത്തിനകത്ത് തന്നെ ഈ മഹാനഗരം മുഴുവൻ വെന്ത് വെണ്ണീറാവും, കൊട്ടാരം എല്ലാം വെന്ത് വെണ്ണീറാകും. അതിന് മുമ്പ് നമുക്ക് എടുക്കാവുന്ന ധനമെല്ലാം എടുത്തുകൊണ്ട് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാം, കുട്ടികളെയൊക്കെ എടുത്ത് രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് ഇത് കേട്ട് രാജാവും കൂടെ പോവുകയാണ്. അങ്ങനെ ഗേറ്റിലേക്ക് ഓടുന്ന സമയത്ത് തേരൊന്നും പോകത്തില്ല, എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടണം. അങ്ങനെ നടന്ന് ഗേറ്റിലേക്ക് ഓടിപ്പോകുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് മറുവശത്ത് ധാരാളം ആൾക്കാരെ തിരിച്ചറിഞ്ഞ് രാജാവും രാജ്ഞിയാണല്ലോ പോകുന്നത് തിരിച്ചറിഞ്ഞു. ഉടനെ അവിടെ നിന്ന് ആൾക്കാർ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് രാജാവ്. അപ്പോൾ അവിടെ നടക്കുന്ന ചില ആൾക്കാർ ധാരാളം ആഭരണങ്ങളൊക്കെ അണിഞ്ഞ ചില സ്ത്രീകളുണ്ട്. അവരെ എന്ത് ചെയ്യുന്നു, അവരുടെ ആഭരണങ്ങൾ ഊരിയെടുത്തിട്ട് അവരെ ആ തീക്കത്തേക്ക് തള്ളിയിടുകയാണ്. അതായത് മരിക്കാത്തവരെ തീക്കത്തെ തള്ളിയിട്ട് കൊല്ലുകയാണ്. അതുപോലെ ചില വീടിന് തീ പിടിക്കണം, ആ വീടിനകത്ത് കയറി ആ വീടിനകത്തുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് ഓടുന്നു. അതുപോലെ മറ്റു പലരെയും കയ്യിലും കഴുത്തുള്ള സാധനം ഊരിയെടുത്ത് അവരെ തീ കത്തിക്കുന്നത്. അങ്ങനെ കവർച്ചയാണ് നടക്കുന്നത്. ഭയങ്കര കൊള്ളയും കവർച്ചയും നടക്കുന്നത്. തീ കത്തുന്ന കൂടെ കൊള്ളയും കവർച്ച നടക്കുകയാണ്. ഇതെല്ലാം കണ്ട് ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ആരെയും തടയാൻ പറ്റുന്നില്ല. ധാരാളം ആൾക്കാർ അങ്ങനെ ചെയ്യുകയാണ്. അപ്പോഴത്തേക്ക് അവർ ചോദിച്ചു, രാജാവ് കണ്ടില്ലേ ഇവിടെ കൊള്ളയും കൊല്ലാണ്, തീ പിടിക്കുന്ന ഒരു വശം നടക്കുന്നുണ്ട്, അങ്ങനെ നഷ്ടങ്ങൾ വരുന്നുണ്ട്. പക്ഷേ തീ പിടിക്കാതെ പൊള്ളാതെ സാധനം നഷ്ടപ്പെടുത്താൻ ആൾക്കാരെല്ലാം ജീവൻ കൊണ്ട് രക്ഷപ്പെട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ട് നോക്കൂ,
അങ്ങനെ രക്ഷപ്പെടാൻ പോലും അനുവദിക്കാതെ ആൾക്കാരെ കയ്യിലേക്ക് ആഭരണങ്ങളിലെ ഊരി എടുത്തിട്ട് അവരെ ആ തീക്കത്ത് തള്ളിയിട്ട് കൊല്ലുകയാണ്. ഇവിടുത്തെ കള്ളന്മാരും കവർച്ചക്കാരും ഇവിടെ ധാരാളമുണ്ട്. അത് രാജാവ് ഇതൊന്നും കാണുന്നില്ലേ? നിങ്ങൾ എന്തൊരു രാജാവാണ്, നിങ്ങൾ ഭാര്യയും കുട്ടികളും കിട്ടിയെല്ലാം കൊണ്ട് നിങ്ങളും രക്ഷപ്പെടുകയാണോ? ഈ കവർച്ചക്കാരന് നിങ്ങളുമായിട്ട് എന്താണ് വ്യത്യാസമുള്ളത് എന്ന് പറഞ്ഞ് ചില ആൾക്കാരെല്ലാം 4 വശത്തു നിന്ന് സംസാരിക്കാൻ തുടങ്ങി. ഇത് കേട്ട് രാജാവിൻ്റെ യാത്ര സ്പീഡ് കുറഞ്ഞു. രാജാവ് അവിടെ നിന്നു. അപ്പോഴേക്കും ഭാര്യ പറയുന്നുണ്ട്, ഇവരിങ്ങനെ പലതും പറയും, ജീവൻ രക്ഷിക്കണം, നമുക്ക് പോകാം, അല്ലെങ്കിൽ ഈ തീ പടർന്ന് 4 വശത്തും ഗോപുരങ്ങൾ മുഴുവൻ കത്തും, അത് കഴിഞ്ഞാൽ പിന്നെ വെളിയിൽ പുലി ഇറങ്ങാൻ പറ്റാതെയാവും. അതുകൊണ്ട് വേഗം വന്ന് ഭാര്യ നിർബന്ധിക്കുന്നു. ഭർത്താവിനോട് ഇവർ പറയുന്നു, നിങ്ങളൊന്ന് ഒച്ച വെച്ചാൽ ഇവരുടെ കവർച്ച നിർത്തുന്നു പോകും, ഞങ്ങളൊന്നും ഒച്ച വെച്ചാൽ ഇവരാരും കേൾക്കത്തില്ല, ഇവരുടെ ഈ കവർച്ച നിൽക്കത്തില്ല, ഞങ്ങൾ ഇവരാരും വകവെത്തിക്കില്ല. എന്നാൽ നിങ്ങൾ രാജാവാണ്, നിങ്ങൾ ഉറക്കെ ഒച്ച വെച്ചാൽ ഇവർ പിന്നെ കവർച്ച നടത്തത്തില്ല, അവർ നിർത്തും, നിങ്ങളെ പേടിക്കും, നിങ്ങൾ ഒച്ച വയ്ക്കൂ, നിങ്ങൾ അവരെ അമർച്ച ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ഇവർ ഒരു സ്ഥലത്ത് നിർമ്മിക്കുന്നു. അവസാനം രാജാവ് എൻ്റെ മനസ്സിൽ ഭയങ്കര വേലിയേറ്റങ്ങൾ നടക്കുവാണ്, എന്ത് ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഒരു വശത്ത് ഭാര്യ വിളിക്കുന്നു, ഒരു വശത്ത് ഭാര്യ, മക്കൾ, കുടുംബം അവർ രക്ഷപ്പെടാൻ കഴിയുന്നു, മറുവശത്ത് രാജ്യം, പ്രജകൾ, അരാജകത്വവും കൊലയും എല്ലാവരും കൂടി ഉടനെ രാജാവ് പറഞ്ഞു. അവസാനം മഹാജനങ്ങൾ തീരുമാനമെടുത്തു. പറഞ്ഞു, നീ എൻ്റെ ആരുമല്ല, ഭാര്യയോട് പറയാം, ഭാര്യ നിർബന്ധിക്കാൻ പറയാം, നീ എൻ്റെ ആരുമല്ല, നീ ഈ തൊലയെ പോകുമെന്ന് പറഞ്ഞു. അവരെ ഓടിച്ചു. എന്നിട്ട് ഇത് കേട്ടിട്ട് ഉടനെ ഈ രാജാവ് ഒച്ച വയ്ക്കുകയാണ്, കൊള്ളംകൊല്ലം, ആരവിടെ കൊള്ളംകൊല്ലം നിർത്തൂ, ഞാനാണ് പറയുന്നത്, ഈ രാജ്യത്തെ രക്ഷിക്കൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്ക് ഈ കൊള്ളംകൊല്ലം നിർത്തിയ ആൾക്കാരൊക്കെ അതെല്ലാം താഴെ ഇട്ടിട്ട് രാജാവിനോട് തൊഴുതു, അടിയെ ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി. അപ്പോൾ എല്ലാവരും കൂടി വേഗം തീ കെടുത്താൻ ശ്രമിക്കാം, കൊള്ളയും എല്ലാം നടത്തേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ എല്ലാവരും കൂടെ തീ കെടുത്താനായിട്ട് പോവുകയാണ്. രാജാവ് കൂടി രാജാവിൻ്റെ നേതൃത്വത്തിൽ പോയി തീ കെടുത്താനൊക്കെ പോകുന്നു. അപ്പോഴേക്കും ഭാര്യയ്ക്ക് ഇത് കേട്ടിട്ട് ഭാര്യ നിലതെറ്റി. ഭാര്യ കുട്ടികളെ കൊണ്ടുപോയി കവാടത്തിലെത്തി. അപ്പോഴത്തേക്ക് അവിടെയെല്ലാം തീ പിടിച്ചു. അവരാ തീക്കത്തേക്ക് പോയി ചാടുകയാണ്, മനഃപൂർവ്വം എടുത്ത് ചാടുകയാണ്. അതായത് ഇനി ഈ രാജാവിൻ്റെ കൂടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അവർ ആ തീക്കത്തേക്ക് എടുത്ത് മക്കളെയും കൂടി എടുത്ത് അങ്ങ് സ്വയം അവർ ആത്മഹത്യ തന്നെ ചെയ്യുകയാണ്. അല്ലെങ്കിൽ രക്ഷപ്പെടണമെങ്കിൽ തിരിച്ചു വന്നാൽ മതിയായിരുന്നു, ഇവിടെ നിന്നാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ അവരെ തീക്കത്തേക്ക് തന്നെ എടുത്ത് ചാടി ആത്മഹത്യ ചെയ്ത് തന്നെ ഈ രാജാവിൻ്റെ കൂടെയുള്ള ജീവിതം തന്നെ വേണ്ട, എല്ലാവരും മുമ്പ് വെച്ച് അവർ ഞങ്ങളെ ആട്ടി പുറത്താക്കി, നീ എൻ്റെ ആരുമല്ല, നിന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് കേട്ടിട്ട് നിലതെറ്റി അവർ ആ തീക്കത്തേക്ക് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്യുകയാണ്. ഇതൊന്നും കൊണ്ട് മഹാജനതയ്ക്ക് പ്രശ്നമില്ലായിരുന്നു. മഹാജനത ഇവിടെ കൊള്ളയും കവർച്ചയും ചെയ്യുന്ന ആൾക്കാരുടെ മേലെ അലറി തീ അണയ്ക്കാനായിട്ട് എല്ലാവരെയും ആഹ്വാനം ചെയ്തു. എല്ലാവരെയും കൊണ്ട് തീയൊക്കെ അണപ്പിച്ചു. അപ്പോൾ ഇതിനിടയ്ക്ക് ആരാണ്ട് തിരിച്ച് ഓടി വന്നിട്ട് പറഞ്ഞു, രാജ്ഞിയും മക്കൾക്ക് തീയിൽ വെന്ത് മരിച്ചെന്ന് പറഞ്ഞു. എനിക്കവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, എൻ്റെ ബന്ധുക്കൾ നിങ്ങളാണ്, എൻ്റെ പ്രജകളാണ്, എൻ്റെ എല്ലാം ഈ രാജ്യമാണെന്ന് രാജാവ് ഉറക്കെ നിലവിളിച്ച് പറഞ്ഞു. അപ്പം അതായത് രാമായണത്തിലെ സീതയെ ഇതോടുകൂടി ഈ കഥ നിർത്തുവാണ്. രാമായണത്തിലെ ഈ സീതയെ കൊത്തിയെടുത്തത് ഈ 3 കഥാപാത്രങ്ങളെ കൊണ്ടാണ്, അതായത് കൂട്ടിയിണക്കിയാണ്. അല്ലാതെ രാമായണ കർത്താക്കൾ സ്വന്തമായിട്ട് തനതായ ഒരു സ്ത്രീ കഥാപാത്രത്തെ കൊത്തിയെടുത്തല്ല സീതയെ ഉണ്ടാക്കിയിരിക്കുന്നത്. ദശരഥ ജാതകഥയിലെ സീത, ബൈബിളിലെ സറ, സീതാ സ്വയംവര ജാതകയിലെ സീതാലി ദേവി എന്ന 3 കഥാപാത്രങ്ങളെ കൂട്ടിച്ചേർത്താണ്, വിളക്കിയാണ് രാമായണത്തിലെ ഉജ്ജ്വല കഥാപാത്രമായി സീതയെ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ സീത ഒരു ഉജ്ജ്വല കഥാപാത്രമായി ജീവിക്കുന്നത്. ഇനി മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.